ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫുഡ് അടി വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യലായിട്ട് നമ്മുടെ വീട്ടിൽ സുടാന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ വീട്ടിലെ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് പാപ്പുവാണ്. അപ്പോൾ അവനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് കാലങ്ങളായിട്ടോ, ഏതാണ്ട് ഒരു 5-6 മാസമായി. അപ്പോൾ കരഞ്ഞ് അവൻ്റെ കാല് പിടിച്ചിട്ട് അവൻ സമ്മതിച്ചിട്ട് അവസാനം ഉണ്ടാക്കി തന്നതാണ് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. പിന്നെ അമ്മയും അപ്പൂപ്പയും വെജ് ആയത് കാരണം അവർക്ക് നല്ല മഷ്റൂം ബിരിയാണി അമ്മ ഉണ്ടാക്കിയിട്ടോ. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് പിന്നെ ചിക്കൻ ഉണ്ടാകുമ്പോൾ മഷ്റൂം ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നേരെ ചിക്കൻ ബിരിയാണിയിലേക്കാണ് നോട്ടുവിട്ടത്. അപ്പം നല്ല ചൂടോടെ തന്നെ എൻ്റെ പ്ലേറ്റിലേക്ക് ആദ്യം വിളമ്പി, അതിൻ്റെ ഒപ്പം നല്ല കട്ടി മിൽക്കി മിസ്റ്റ് തൈരിൽ ഉണ്ടാക്കിയ കുറച്ച് സാലഡ് എടുത്തു. എനിക്ക് പൊതുവേ മാങ്ങാച്ചാറിനോടാണ് താല്പര്യം, പക്ഷെ മാങ്ങില്ലാത്തത് കാരണം കുറച്ച് നാരങ്ങ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ സ്പ്രൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ പ്ലേറ്റിലേക്ക് കമത്തി ഇനി നമ്മൾ അറ്റാക്ക് തുടങ്ങാൻ വേണ്ടി പോവാണ്. കുറേ കാലത്തിന് ശേഷം പാപ്പുവിൻ്റെ ബിരിയാണി കഴിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം പെർഫെക്റ്റ്ലി ബ്ലെൻഡഡ് ആയിരുന്നു. എൻ്റെ അനിയനായത് കാരണം ഞാൻ പൊക്കി പറയണമെന്ന് വിചാരിക്കരുത് ഗൈസ്. ഇവൻ ബിരിയാണി ഉണ്ടാക്കാൻ പണ്ടേ മിടുക്കനാണ് കേട്ടോ. പല സ്റ്റൈൽ ഓഫ് ബിരിയാണീസ് ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തലശ്ശേരി ബിരിയാണി, മലബാർ ബിരിയാണി, ആന്ധ്ര ബിരിയാണി, കർണാടക ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. എന്തെങ്കിലും ഒന്ന് കൂടി കുറഞ്ഞു എന്നില്ല, എല്ലാം പാകമായിരിക്കും. അത് കാരണം തന്നെ ബിരിയാണി എത്ര പ്രാവശ്യം എടുത്തു എന്നുള്ള കൗണ്ട് നമുക്ക് പോലും വെക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പ്ലേറ്റിനെ നിങ്ങൾക്ക് കണ്ടറിയാലോ ഗൈസ്, പ്ലേറ്റ് മൊത്തം നിറച്ചതായിരുന്നു. ഞാൻ 2 പ്രാവശ്യം ബിരിയാണി എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ കുറേ ചിക്കൻ പീസും എടുത്തു. എനിക്ക് യൂഷ്വലി ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ നിറച്ച് പീസ് വേണം, ഇല്ലെങ്കിൽ ഒരു മനസ്സംതൃപ്തി കിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടി ഇടയിലിടയിൽ ഞാൻ സ്പ്രൈറ്റ് കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജോലി തിരക്ക് കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് ഒത്തുകൂടാനുള്ള ഒരു ടേബിൾ ടൈം യൂഷ്വലി കിട്ടുന്നത് എപ്പോഴും കുറവാണ് കേട്ടോ. നമുക്ക് സൺഡേസ് മാത്രം ഇങ്ങനെ ഒത്തുകൂടി ഇരുന്ന് മെല്ലെ സംസാരിച്ച് കഴിക്കാനുള്ള ഒരു ടൈം കിട്ടാറുള്ളൂ. അപ്പോൾ സൺഡേ തന്നെ പാപ്പുവിൻ്റെ അടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ വേഗം തന്നെ ബിരിയാണി ഉണ്ടാക്കി വെച്ചു കേട്ടോ. രാവിലെ മല്ലിയില പുതിനയില ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വേഗം പോയി അതെല്ലാം വാങ്ങിക്കൊടുത്തു. പാപ്പു ബിരിയാണി ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ആണെന്ന് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവന് ഉപ്പ് പോലും നോക്കിയില്ല കേട്ടോ. ബിരിയാണി മൊത്തം സെറ്റായതിനു ശേഷം ഞാനാണ് ആദ്യം ഒരു സ്പൂൺ ടേസ്റ്റ് ചെയ്തത്. ആ സ്പൂൺ തന്നെ എൻ്റെ മനം കവർന്നു ഗൈസ്. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവനോട് പറയരുത്, നീ എൻ്റെ അനിയൻ തന്നെയല്ലേ പാപ്പു, കാരണം നീ എങ്ങനെ ഉപ്പ് നോക്കാണ്ട് ഉണ്ടാക്കുന്നു എന്ന്. അപ്പം അവൻ എന്നോട് പറഞ്ഞ ഡയലോഗാണ് ഗൈസ്, നീ വല്ലപ്പോഴും ഒക്കെ അടുക്കളയിൽ കയറണം എന്ന്. അത് സത്യം ഉണ്ടോ, ഞാൻ പൊതുവെ അങ്ങനെ അടുക്കളയിൽ കയറാറില്ല. പാപ്പുവിന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുക്കിങ്ങിനെക്കാട്ടിലും സത്യം പറയാലോ ഈറ്റിംഗ് ആണ് ഇഷ്ടം. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറയും കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ തടി മരുങ്ങാതെ വയറ് നിറയ്ക്കണം, അതാണ് എൻ്റെ എന്നും പറഞ്ഞ് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഗൈസ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ അടുക്കളയിൽ കയറുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞാൽ ഒരു 1.5 ഐറ്റം ഉണ്ടാക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങുള്ളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാറ്. ആദ്യം എനിക്ക് ടേസ്റ്റ് ചെയ്താൽ ഒരു സമാധാനം കിട്ടാറുള്ളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റും ഉണ്ടാവാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് അത്യാവശ്യം കൈപ്പുണ്യം ഉണ്ട് ഗൈസ്, പക്ഷെ ആ കൈപ്പുണ്യം എപ്പോഴും ഞാൻ പുറത്തിടാറില്ല എന്ന് മാത്രം. നാരങ്ങ അച്ചാറിൻ്റെ വലിയ ഫാൻ അല്ലാത്ത കാരണം പകുതി അച്ചാറും അമ്മൂമ്മയ്ക്കെൻ്റെ തട്ടി പിന്നെ ബിരിയാണിൻ്റെ ഒപ്പം പപ്പടം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ ബിരിയാണിയും സാലഡും കൂടെ കഴിച്ചു. പ്ലേറ്റ് വടിച്ച് നാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ചാ ചാ.